നമസ്കാരം. ചില മനുഷ്യൻ്റെ കുബുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലായിരിക്കും അവർ ഓരോ രീതിയിൽ തന്ത്രങ്ങൾ മെനയുന്നു. ഒരു വലിയൊരു ചതിയുടെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഒരു കമ്പനിയിലെ വളരെ നല്ല പൊസിഷൻ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ടെൻഡറിന് കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിരിക്കും. അദ്ദേഹം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു കമ്പനിക്ക് കിട്ടിയില്ല. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം കോട്ട് ചെയ്യുന്നത്. നന്നായിട്ട് സ്റ്റഡി ചെയ്ത് നന്നായിട്ട് സ്പെസിഫിക്കേഷനൊക്കെ വായിച്ച് എന്താണോ ക്ലയൻറ്റ് ഉദ്ദേശിക്കുന്നത് ആ സംഭവം തന്നെ അയാൾ കൊടുത്തിരിക്കും, അത് നല്ല പ്രൈസിൽ. അപ്പോൾ വർഷങ്ങളായിട്ട് ഇങ്ങനെ വളരെയധികം ഡിഫെൻഡ് ചെയ്ത് നല്ലതായിട്ട് നിന്ന ഒരു മനുഷ്യന് പിന്നീട് അയാൾ കോട്ട് ചെയ്യുന്നതിനോട് സമമായ രീതിയിൽ മറ്റ് പല കമ്പനികളിലും കോട്ട് ചെയ്യാൻ തുടങ്ങി. അതിലൊരു കമ്പനി ഏറ്റവും വളരെ സിമിലർ വാല്യൂ കോട്ട് ചെയ്ത് പലപ്പോഴും ടെൻഡർ അവർ കൈക്കലാക്കാൻ ശ്രമിച്ചു തുടങ്ങി. അപ്പോൾ 1-2 പ്രൊജക്റ്റ് ആയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും സംശയമായി, ഇവരെങ്ങനെ ഈ പ്രൈസ് അറിയുന്നു. ഒരു ഉദാഹരണം പറഞ്ഞാൽ, അയാൾ 100 രൂപയാണ് കോട്ട് ചെയ്യുന്നതെങ്കിൽ മറ്റേ കമ്പനി 98 രൂപ കോട്ട് ചെയ്യും. ചെറിയൊരു വ്യത്യാസത്തിലാണ് ഈ പ്രൈസ് വ്യത്യാസം വന്ന് അവർ ക്യാപ്ചർ അത് അടിച്ചു മാറ്റുന്നത് ഈ പ്രോജക്റ്റ്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി എവിടെയോ ഒരു പാളിച്ച പറ്റുന്നുണ്ട്, എവിടുന്നോ ഏതോ രീതിയിൽ ഇതിൻ്റെ പ്രൈസ് ചോർന്നു പോകുന്നുണ്ട്. അങ്ങനെ അവർ ഓഫീസിലുള്ള ആൾക്കാരെല്ലാം ചെക്ക് ചെയ്യാൻ തുടങ്ങി. അയാൾ മറ്റ് സ്ഥലങ്ങളിലുള്ള സ്റ്റാഫുകളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. ഇയാളുടെ മുറിയിൽ ഈ ഓഫീസിലെ മുറി ലോക്കാക്കാൻ തുടങ്ങി. എങ്ങനെ ചോരുന്നു പോകുന്നു എന്നുള്ളത് ഇയാൾക്ക് മനസ്സിലാകാതെ. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ഐഡിയ എടുത്തു. ഒരു പ്രൈസ് പ്രാവശ്യം ഓഫീസിൽ വെച്ചൊരു പ്രൈസ് കാണിച്ചിട്ട് വീട്ടിൽ വന്ന് അയാൾ വേറെ രീതിയിൽ പ്രൈസ് ഉണ്ടാക്കി അതിട്ട് കൊടുത്തു. എന്നാൽ വീട്ടിൽ വന്ന് ചെയ്ത അതേ പ്രൈസിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പ്രൈസ് പോയി. അപ്പോൾ അങ്ങനെ ആ ഓഫീസിൻ്റെ മെയിൻ ആൾക്കാരെല്ലാം ഇത് അന്വേഷിക്കാൻ തുടങ്ങി, പല രീതിയിൽ എവിടെ നിന്നാണ് ഈ ചോരുന്നത്. അങ്ങനെ ഈ കമ്പനിയുടെ ഓണർ ഒരു ദിവസം അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാര്യം നിന്നോട് പറയാം, നീ പറയുന്ന കാര്യം നീ വളരെ ശ്രദ്ധയോടെ കേൾക്കണം, നീ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ഇവർക്ക് കോമ്പറ്റേറ്റ് ചെയ്യുന്ന കമ്പനിയുടെ ഒരാളും നിങ്ങളുടെ ഭാര്യയും തമ്മിൽ വളരെ അടുത്തൊരു റിലേഷൻഷിപ്പുണ്ട്. നിങ്ങളുടെ ഭാര്യ വഴിയാണ് ഈ പ്രൈസ് എല്ലാം ചോരുന്നതെന്ന് പറഞ്ഞു. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത് അറിയത്തില്ല, അത് നീ കണ്ടുപിടിക്കണം, വലിയ ബഹളങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്വസ്ഥമായിട്ട് പോയി കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞു. ഇയാളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഷോക്കായിരുന്നത്. അയാൾ അങ്ങനെ വീട്ടിൽ വന്ന് വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചെക്ക് നോക്കി, എങ്ങനെയും ഇവരെങ്ങനെയും ഈ പ്രൈസ് അറിയുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി പല രീതിയിലും അന്വേഷിച്ച് നോക്കി. കാരണം അവിടെ പ്രിൻ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അവരങ്ങനെ പ്രിൻ്റ് എടുക്കുന്നതായിട്ടൊന്നും കാണുന്നൊന്നുമില്ല. പക്ഷേ ഈ പ്രൈസ് ചോരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞ് ഇവർ അന്വേഷിച്ചപ്പം ഭാര്യയോട് ചോദിച്ചു, ഇങ്ങനൊരാളെ അറിയാമോ എന്ന് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, എനിക്കറിയാം. എങ്ങനെയാണ് പരിചയം ചോദിച്ചപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ മകനും ഈ പറഞ്ഞ മറ്റേ കമ്പനിയിലെ അയാളുടെ മകനും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പം ഈ പെണ്ണുങ്ങൾ തമ്മിൽ, അതായത് 2 വീട്ടിലെയും ഭാര്യമാർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്സാണ്. ഈ സ്കൂളിൽ ഒരേ ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പൊക്കെ ഉണ്ടാവുകയും ഗ്രൂപ്പിൽ കൂടെ മെസ്സേജൊക്കെ ഇടുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഇദ്ദേഹം ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം ഇവർ വീട്ടിൽ തന്നെയാണെങ്കിൽ അവധി ദിവസങ്ങൾ ചിലപ്പോൾ അവരവരുടെ വീട്ടിൽ പോവുകയും അവരിങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ മനുഷ്യൻ ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേങ്കിൽ ഈ അപ്പുറത്തെ കമ്പനിയിലെ അയാൾ വളരെ തന്ത്രപരമായി കളിച്ചു. അയാൾ ശരിക്കും പറഞ്ഞാൽ ഇവരെല്ലാം തെറ്റിദ്ധരിച്ചത് ഭാര്യയാണ് ചോർത്തുന്നതാണ്. എന്നാൽ ഭാര്യയല്ല ചോർത്തുന്നത്. ഈ വീട്ടിലെ മകന് ഇഷ്ടപ്പെട്ട കുറേ സ്വീറ്റ്സ് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് മകനോട് പറയും, പപ്പ കൊണ്ടുവെക്കുന്ന ഫയലിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അയച്ചു തരണം. വളരെ രഹസ്യം. അപ്പം ആ കുഞ്ഞ് എനിക്കും അത് 4ലോ 5ലോ പഠിക്കുന്ന ഒരു കുഞ്ഞാണ്. അവന് ഇഷ്ടമുള്ള കുറച്ച് ചോക്ലേറ്റോ മറ്റ് കാര്യങ്ങളൊക്കെ ഇയാളിങ്ങനെ സ്ഥിരമായിട്ട് കൊടുത്ത്, അവൻ ഈ കുഞ്ഞിന് ഇതിൻ്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല, ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ഒന്നും അവനറിയത്തില്ല, കൊച്ചു കുഞ്ഞല്ലേ. അവന് വേണ്ട സാധനങ്ങളൊക്കെ ഇയാൾ മേടിച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് പറയും, മോനെ ഇങ്ങനെ പപ്പ കൊണ്ടുവരും, ആ ഫയലിനകത്തുനിന്ന് എടുക്കണമെന്നോ അല്ല എന്തെങ്കിലും. ഇപ്പോൾ അവനാണ് ന്യൂട്രലൈസ്. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ചിലപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ലാപ്ടോപ്പ് ആയാലും ചിലപ്പോൾ മൊബൈലാണെങ്കിലും ചിലപ്പോൾ പിള്ളേരെടുത്ത് കളിക്കും. നമ്മൾ വിചാരിക്കും ഇവരൊന്നും വേറെ ചെയ്തൊന്നുമില്ല. പക്ഷേ ഇവനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഇന്ന എന്താണെങ്കിൽ എന്തെങ്കിലും അയാൾ പറഞ്ഞു കൊടുക്കുമായിരിക്കും. അങ്ങനെ ഞാൻ ചോദിച്ചു വന്നപ്പം ഈ മകൻ ത്രൂ ആണ് ഈ സംഭവം ചോർന്നു പോകുന്നത്, ഭാര്യയല്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹം മനസ്സിലാക്കി വലിയ ബഹളമൊക്കെ ആയിരുന്നു, അതൊക്കെ അങ്ങനെ ഒരു വഴിക്കങ്ങ് പോയി. ഞാൻ പറഞ്ഞത് ഈ ചില കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് ചില ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് കൂടും, മനഃപൂർവ്വം നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി
നമ്മളെ ഏറ്റവും അടുത്ത നല്ല സുഹൃത്തുക്കളാണെന്നൊക്കെ കരുതി വെച്ച് അവരുദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കും. അതിന് ഇന്ന് പ്രത്യേകിച്ച് യാതൊരു മടിയും പലർക്കും ഇല്ല. അതിന് ആരെ ഏത് രീതി ഉപയോഗിക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഈ മനുഷ്യൻ കമ്പനിയിലൊക്കെ ഇതൊക്കെ പറഞ്ഞ് കമ്പനി നല്ല ഒരു ഓണറൊക്കെ ആയതുകൊണ്ട് ഇത് വലിയ വിഷയമായിട്ട് അങ്ങ് പോയില്ല. ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം. നമ്മുടെ അടുത്ത് വന്ന് പെരുമാറുന്ന ആൾക്കാരുടെ ഉള്ളിൽ നല്ല ഉദ്ദേശം തന്നെ ആകണമെന്ന് എപ്പോഴും ഇല്ല. താങ്ക് യു.